വൺ പീസിൽ ഏകദേശം 200-ൽ പരം ഡെവിൾ ഫ്രൂട്ടുകളാണ് ഉള്ളത്. അവയെ പാരമീഷ്യ, സൊവാൻ, ലോഗി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇവയിൽ തന്നെ മിത്തിക്കൽ ഫ്രൂട്ടുകളും കാണപ്പെടുന്നു. കൂടുതലായി സൊവാൻ ടൈപ്പിലുള്ളവയിലാണ് ഈ മിത്തിക്കൽ എനർജികൾ ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ സൊവാൻ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടിനും അതിൻ്റെതായ വില്ല് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവ കഴിക്കുന്നതിലൂടെ ഒരു യൂസറിന് പുരാതനമായ ക്രീച്ചേഴ്സിലേക്കോ പുരാതനമായ ദൈവിക ശക്തിയിലേക്കോ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു യുണീക് സ്പെഷ്യലൈസ്ഡ് എബിലിറ്റി നൽകുന്നുണ്ട്. ഫോർ എക്സാമ്പിളായി ഹിറ്റോനോമി. ഇനി ഈ മിത്തിക്കൽ ഫ്രൂട്ട് അവേക്കനിങ് ചെയ്യുന്ന ഒരാൾ അവരുടെ ഡിവൈൻ പവർ മറ്റുള്ളവരിൽ നിന്നും 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ അവേക്കനിങ് സംഭവിക്കുമ്പോഴാണ് ഇവർക്ക് ഇവരുടെ ട്രൂ ഫോമിലേക്ക് അഥവാ ഇവരുടെ ഈ ഡിവൈൻ പവറിലേക്ക് ചേഞ്ച് ആകാൻ സാധിക്കുക. അവേക്കനിങ് ചെയ്യുന്ന ആളുടെ ഫോം ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാകാം അവരുടെ ചുറ്റും പ്രത്യക്ഷമാകുന്ന സ്മോക്ക് ക്ലൗഡ്സുകൾ. ഒരു റിബൺ ഷേപ്പ് സ്ട്രക്ചറിൽ കാണപ്പെടുന്ന ഈ സ്മോക്ക് ക്ലൗഡ്സുകൾ നമ്മൾ നീക്ക, റോബ്ലുച്ചി, 5 എൽഡേഴ്സ് തുടങ്ങിയവരിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ സൊവാൻ ടൈപ്പിനും അവേക്കനിങ് ആകുമ്പോൾ ലൂഫിയുടേത് പോലുള്ള വൈറ്റ് സ്മോക്ക് അല്ല കാണപ്പെടാറുള്ളത്. പകരം ബ്ലാക്ക് സ്മോക്കിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നീക്കയുടെ തന്നെ ട്രാൻസ്ഫോർമേഷനിൽ കാണപ്പെടുന്ന ഈ വൈറ്റ് ക്ലൗഡുകൾ അവയുടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എറ്റേണൽ എനർജിയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇവയെ ഹാലോ അല്ലെങ്കിൽ ഫ്ലെയിം ക്ലൗഡ്സ് എന്നൊക്കെ പറയപ്പെടുന്നു. കൂടാതെ അവേക്കനിങ് ചെയ്ത മിക്ക സൊവാൻ ക്യാരക്ടേഴ്സിന്റെയും സ്മോക്ക് ക്ലൗഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്കിലാണ് കാണപ്പെടാറുള്ളത്. ഇതിന് മറ്റൊരു റീസൺ എന്താണെന്നാൽ ലൂഫിയുടെ തന്നെ ഡെവിൾ ഫ്രൂട്ടിൽ 2 വില്ല് അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഒന്ന് ആ ഫ്രൂട്ടിന്റെ തന്നെ അഥവാ സൊവാൻ ടൈപ്പിന്റെ തന്നെ വിൽ പവറും അതുപോലെ തന്നെ നീക്കയുടെ തന്നെ വിൽ പവറും. ഇങ്ങനെ 2 പവർ അടങ്ങിയതുകൊണ്ടാണ് ഈ വൈറ്റ് സ്മോക്ക് കാണപ്പെടുന്നതെന്നും പറയപ്പെടുന്നു. ഓക്കെ, ഇനി വൺ പീസിൽ 4 തരത്തിലുള്ള ഗോഡ് ഫ്രൂട്ടുകളാണ് ഉള്ളത്. സൺ, റെയിൻ, ഫോറസ്റ്റ്, എർത്ത് തുടങ്ങിയവ. സ്കൈപ്പിയ ആർക്കിലൂടെ ശാന്തിയൻസ് എന്ന ജനവിഭാഗം ആരാധിക്കുന്ന ദൈവങ്ങളാണ് ഈ 4 ഗോഡ്സും. ഇവര് ദൈവത്തിന് മനുഷ്യബലി നടത്താറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എസ്പെഷ്യലി ഈ ഒരു സാക്രിഫൈസ് നടത്തുന്നത് പ്രധാനമായും സൂര്യദേവനാണ് അഥവാ സൺ ഗോഡിന്. എങ്കിൽ മാത്രമാണ് ഇവർക്ക് ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവൂ എന്ന് ഇവർ വിശ്വസിച്ചു. ഇത് നമ്മളുടെ റിയൽ വേൾഡിൽ നിന്നുള്ള മായൻ സംസ്കാരത്തിൽ നിന്നുമാണ് ഓട ഇത് എടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കറിയാം ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ എല്ലാം ഒറിജിൻ എന്നത് സീ ഡെവിൾസിൽ നിന്നുമാണെന്ന്. ആരാണ് ഈ സീ ഡെവിൽ എന്നതിന് യാതൊരു ഹിന്റും ഓട നൽകിയിട്ടില്ല. എങ്കിലും തിയറികളുടെ അടിസ്ഥാനത്തിൽ ഡെവിൾ ഫ്രൂട്ട്സിന്റെ എല്ലാം ആദ്യത്തെ യൂസർ തന്നെയാണ് ഈ സീ ഡെവിൽ എന്ന് പറയുന്നത്. അയാൾ ആരാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞേക്കാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് റാഫ്റ്റെയിലിന്റെ ഭാഗത്തായിട്ടാണെന്ന് പറയപ്പെടുന്നു. അനുയോജ്യനായ ഒരു വ്യക്തി വൺ പീസ് ക്ലെയിം ചെയ്യുന്നത് വരെയും ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിനും അതിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നും പറയപ്പെടുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് റോജറിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്ന ബഗ്ഗി, ടോക്കി തുടങ്ങിയവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കാഞ്ഞതും. ജാപ്പനീസിലെ ഷിൻഡോ റിലീജിയൻ ബേസ് ചെയ്തുള്ള ഒരു മിത്തോളജി നോക്കിയാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് അമറ്റരാസു ഒമിക്കാമി. ദൈവങ്ങളുടെ തന്നെ ക്രിയേറ്ററായ ഈസനാഗിയുടെ ഇടത് കണ്ണിൽ നിന്നും രൂപം കൊണ്ട ഈ ദേവതയാണ് സൺ ഗോഡ് എന്ന് പറയപ്പെടുന്നത്. ഏവരിലും നന്മയുടെയും പ്രതീക്ഷയുടെയും വെളിച്ചങ്ങൾ പകരുന്നവരായി പറയപ്പെടുന്നു. ഇവയെ റെപ്രസെന്റ് ചെയ്താണ് നീക്കയുടെ ശക്തിയും ഇവിടെ പറയപ്പെടുന്നത് അഥവാ വൺ പീസിന്റെ തന്നെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ലൂഫിയുടേത്. കൂടാതെ ഈസനാഗിയുടെ വലത് കണ്ണിൽ നിന്നും രൂപം കൊണ്ട ദേവതയാണ് സുക്കയോമിനോ മിക്കോട്ടോ. ഇവർ രാത്രിയുടെ ദേവതയാണ്. മൂൺ, ടൈം, ടൈറ്റ്സ് അഥവാ വേലിയേറ്റങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. കൂടാതെ സ്പിരിച്വൽ വേൾഡിനെയും ഡാർക്ക്നെസ്സിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതും ഈ ഒരു ദേവതയാണ്. വൺ പീസിൽ ഈ ഒരു കാര്യങ്ങളോട് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നാം ഒരുപക്ഷെ ഇമു ആണെന്ന്. എന്നാൽ എന്റെ നിഗമനത്തിൽ ഇവയ്ക്ക് അനുയോജ്യനായ കഥാപാത്രം ബ്ലാക്ക് ബിയർഡ് അഥവാ മാർഷൽ ഡി ടീച്ച് എന്നേ പറയാൻ പറ്റൂ. കാരണം ഡാർക്ക്നെസ്, മൂൺ, ടൈഡ് തുടങ്ങിയവയ്ക്ക് അനുയോജ്യനായി പറയാൻ സാധിക്കുകയും ബ്ലാക്ക് ബിയർഡിനെ തന്നെയാണ്. ഇതേ കാരണം കൊണ്ടാവാം ഒരുപക്ഷെ ഇമു ബ്ലാക്ക് ബിയർഡിനെ വെറുക്കപ്പെടുന്നതും. അതിനാൽ ഒരുപക്ഷെ ഇദ്ദേഹം എർത്ത് ഗോഡ് ആവാനുള്ള ചാൻസും ഏറെ കൂടുതലാണ്. കാരണം എന്താണെന്നാൽ ഇപ്പോൾ ആ ഭൂമിയെ തന്നെ തകർക്കാൻ സാധിക്കുന്ന 2 പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ടിന്റെ യൂസറാണ് ബ്ലാക്ക് ബിയർഡ്. യാമി നോമി എന്ന ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യുന്ന അഥവാ മറ്റുള്ളവരുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ ശക്തിയെ നള്ളിഫൈ ചെയ്യാൻ സാധിക്കുന്ന അഥവാ ഒരു ബ്ലാക്ക് ഹോൾ പോലെ പ്രവർത്തിക്കുന്ന വളരെ ഓപ്പി ആയിട്ടുള്ള ഒരു ഡെവിൾ ഫ്രൂട്ടാണ് ഇപ്പോൾ ബ്ലാക്ക് ബിയർഡിന്റെ പക്കലുള്ളത്. കൂടാതെ ട്രമ്മന്റെ കാര്യം ഞാൻ പറയണ്ട. ആ വേൾഡിനെ തന്നെ അതായത് ആ എൻറ്റയർ വേൾഡിനെയും സുനാമിയായാലും ഭൂകമ്പത്താലും നശിപ്പിക്കാൻ സാധിക്കുന്ന മറ്റൊരു OP ഡെവിൾ ഫ്രൂട്ടാണ് ഈ ട്രമ്മർ എന്ന് പറയുന്നത്. ഇത്രയും ശക്തിയുള്ള ഡെവിൾ ഫ്രൂട്ടിന്റെ യൂസർ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇദ്ദേഹം എർത്ത് ഗോഡ് ആവാൻ ഈ ഒരു കാലഘട്ടത്തിലെ എർത്ത് ഗോഡ് ആവാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്.
ഇനി മൂന്നാമത്തെ ഗോഡ് ഫ്രൂട്ട് ആണ് റെയിൻ. വൺ പീസിലെ റെയിൻ ഗോഡ് ആയിട്ട് നമുക്കറിയാം ആരാണ് എന്നത്. യെസ്, മങ്കി ഡി ഡ്രാഗൺ. കാരണം അദ്ദേഹം എവിടെ പ്രത്യക്ഷപ്പെട്ടാലും കൊടുങ്കാറ്റും മഴയും വെതറിനെ പോലും ഭയങ്കരമായി കലുഷിതമാക്കുന്ന രീതിയിലാണ് ഡ്രാഗനെ ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഡ്രാഗനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചാനൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല, അടുത്തതിലേക്ക് പോവാം. അതിനാൽ അവസാനത്തെ ഗോഡായിട്ടുള്ള ഫോറസ്റ്റ് ഗോഡിലേക്ക് പോവാം. ഒരുപക്ഷെ ഫോറസ്റ്റ് ഗോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരിക ഗ്രീൻ ബുൾ എന്നാണ്. പല തിയറികളും ഗ്രീൻ ബുള്ളിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഗ്രേറ്റ് വാറിന്റെ മ്യൂറൽ പെയിന്റിംഗിൽ ശ്രദ്ധിച്ചാൽ ഫോറസ്റ്റ് ഗോഡാണ് ഡെവിൾസിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതൊരു പക്ഷേ ഡെവിൾ ഫ്രൂട്ട് ആകാം, അതുമല്ലെങ്കിൽ ഡോമി റിവേഴ്സി ആകാം. കൂടാതെ 800 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് സെക്കൻഡ് വേൾഡിൽ പറയുന്നതും. ഇമു ആണെങ്കിൽ ഒരു വലിയ മരത്തിന്റെ ഭാഗത്തായി നിൽക്കുന്നതും കാണാൻ സാധിക്കും. ആ ഒരു മരത്തെ ഗാർഡ് ചെയ്യുന്നത് പോലെയാണ് അവിടെ ഇമുവിന്റെ നിൽപ്പ്. ഇതേ രീതിയിലാണ് ഇമുവിന്റെ ചേംബറിലും നമുക്ക് കാണാൻ സാധിക്കുക, അഥവാ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നത് പോലെ. അതിനാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സീ ഡെവിളാണ് ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ ക്രിയേറ്റർ എന്ന്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇമുവിനെ എർത്ത് ഗോഡിൽ ഉൾപ്പെടുത്താഞ്ഞത്. സീ ഡെവിൾ എന്നത് ഇമു ആണോ അതോ ഡെവിൾ ഫ്രൂട്ടിന്റെ എല്ലാം ക്രിയേറ്റർ ആണോ? നിങ്ങളുടെ തോട്ട്സും തിയറീസും ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.